ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 17ാമത്തെ നിയോഗ പ്രാർത്ഥനയുടെ ഈ അനുഗ്രഹീത സമയത്തിലേക്ക്, ദിവസത്തിലേക്ക് എല്ലാവരെയും വളരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷമായും സമാധാനമായും ആയിരിക്കുക. പ്രതീക്ഷയോടെ വചനം കേൾക്കുക. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളെല്ലാ വിദ്യാർത്ഥിനികളെയും യുവതി യുവാക്കളെയും പ്രത്യേകമായി കേൾപ്പിക്കണം, സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ ഒരു സ്വപ്നമാണ് അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ യുവതി യുവാക്കൾ. അവർക്ക് നല്ല ജീവിതം ഉണ്ടാകണം, ഭാവി ഉണ്ടാകണം, പഠിക്കണം, അവർ നല്ല ജീവിതത്തിലേക്ക് കയറണം. അതൊരു സ്വപ്നമാണ്. എല്ലാ യുവതി യുവാക്കളും വിദ്യാർത്ഥിനികളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും പ്രിയപ്പെട്ടവരായിട്ടുള്ള സ്വന്തക്കാർ, ബന്ധുക്കൾ, വിവിധ രാജ്യങ്ങളിലുള്ളവർ എല്ലാവർക്കും ഇത് അയച്ചു കൊടുത്ത് ഒന്ന് കേൾക്കാൻ, ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. നമുക്കതിന് മുമ്പായി ഈ 17ാമത്തെ ദിവസം ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ നിർത്തി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ വചനം കേൾക്കുവാൻ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഇവരെ, ഈ കുടുംബത്തെ, ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ യുവതി യുവാക്കളെ, ഈ കുഞ്ഞുങ്ങളെ, ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന ഇവരെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആകെ അസ്വസ്ഥമായിരിക്കുന്നവരുടെ മനസ്സിനെല്ലാം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നു. കർത്താവേ, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന്, ഈ വചന ശുശ്രൂഷയിൽ പങ്കാളിയാക്കിയതിന്, ഇങ്ങനെ ഒരു സൗകര്യവും സാഹചര്യവും പരിശുദ്ധാത്മാവെ ഒരുക്കി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ 17 ദിവസങ്ങളിലും പ്രാർത്ഥനയിലായിരുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഈ ശുശ്രൂഷ കണ്ടുപോയി യാദൃശ്ചികമായി കണ്ടതായിരിക്കാം, കേട്ടതായിരിക്കാം, അവരെ കൂടി ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഒരാളെയും മാറ്റി നിർത്താതെ എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്ന് എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയോഗത്തോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ചേൽപ്പിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമർപ്പിക്കാൻ ഒരുക്കി വെച്ച നിയോഗത്തെ 1, 2, 3 നിയോഗത്തെ സമർപ്പിച്ച് ഒരു പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ഒരൽപ്പം കൂടെ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. സന്തോഷത്തോടെ നമുക്ക് ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങാം. ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം കേൾക്കുന്നത് ഏത് ബന്ധത്തിലിരുന്നുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തെ നമ്മൾ കാണുന്നത് പിതാവായിട്ടാണ്, ഒരപ്പനായിട്ടാണ്. നമ്മളോ മക്കളായിട്ടാണ്. അപ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഒരപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെ, ആ ഒരു ബന്ധം പോലെ, ആ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർക്കുക, ഒരു വീട്ടിലെ ഒരപ്പൻ ഒത്തിരി സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു സമയം ഞാൻ കണ്ടു. ആ സങ്കടത്തോടെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, അവരെ പഠിപ്പിക്കാൻ ഞാൻ എൻ്റെ ആകുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, രാവും പകലും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ മക്കൾ എൻ്റെ വാക്കു കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് അവരാരും ഉൾക്കൊള്ളുന്നില്ല. എന്നോടാണെ പലരും മിണ്ടാറുമില്ല, ഒന്നും സംസാരിക്കുകയില്ല, ഒരഭിപ്രായം ചോദിക്കുകയില്ല. എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങുന്നു. എൻ്റെ വേദന അതാണ്. അപ്പോൾ ഒരപ്പൻ്റെ വേദനയാണ്. മക്കൾ മിണ്ടുന്നില്ല, പറയുന്നില്ല, ആശ്രയിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചോദിക്കുന്നില്ല, അല്ല അനുസരിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. ഒന്ന് പറഞ്ഞാലും അത് മൈൻഡ് പോലും ചെയ്യില്ല.
അത് അപ്പൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയായി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാതെയും ദൈവത്തിൽ ആശ്രയിക്കാതെയും വിശ്വസിക്കാതെയും പ്രാർത്ഥിക്കാതെയും ദൈവത്തോട് അടുക്കാതെയും ഒക്കെ തറുതല പറഞ്ഞും വിശ്വാസത്തിൽ നിന്ന് അകന്നും പ്രാർത്ഥനയില്ലാതെയും ദൈവത്തിനെതിരെ ചിന്തിച്ചും പ്രവർത്തിച്ചും പറഞ്ഞും പ്രസംഗിച്ചും ഒക്കെ നടക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, വിശ്വാസം അകന്നു നിൽക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിൻ്റെ ഹൃദയത്തെ വീണ്ടും വേദനിപ്പിക്കുന്നവരായി നമ്മൾ മാറുകയല്ലേ? ആ ദൈവത്തെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഞാനും നിങ്ങളും മക്കളുടെ സ്ഥാനത്താണ്. ദൈവത്തെ വേദനിപ്പിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ, ആ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങും. നമ്മൾ ആ വചനത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും ദൈവത്തോട് ആശ്രയിക്കാനും ദൈവത്തിൻ്റെ കരം പിടിക്കാനും ദൈവത്തോട് അടുക്കാനും തുടങ്ങുമ്പോൾ ആ ഹൃദയം സന്തോഷിക്കും. അങ്ങനെയെങ്കിൽ ദൈവവചനം ലക്ഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങളെടുത്ത ആ വിലയെ ഓർത്ത് ഞാൻ വിശ്വസിക്കുന്നു, ആ അപ്പൻ്റെ ഹൃദയം ഇന്ന് സന്തോഷമാണ്. ആ പിതാവിൻ്റെ, ആ ദൈവപിതാവിൻ്റെ ഹൃദയ സന്തോഷമാണ് നിങ്ങളെ ഓർത്ത്. നിങ്ങളല്ലേ വീട്ടിലുള്ള എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് ചേർത്ത് നിർത്തി ഈ വചനം കേൾപ്പിക്കുന്നത്? വാ, ഇരിക്കുക, പ്രാർത്ഥിക്കുക, മുട്ടുകുത്ത്, അല്ലെങ്കിൽ വചനം തുറന്നു വെക്കുക, ആ വചനം എഴുതി വയ്ക്ക്, പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? സ്വർഗം ആരും സന്തോഷിച്ചില്ലേലും നിങ്ങളെ ഓർത്ത്, എന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്ന ദിനങ്ങളായിരുന്നു ഇത്. നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് കേൾക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ബ്ലെസ്സിങ്സ് എന്നാണ്, അനുഗ്രഹങ്ങൾ. ബൈബിൾ ഉണ്ടോ കയ്യിൽ? ഒന്ന് എടുത്തോണ്ട് വന്നേ, അത് തുറന്നു വച്ചേ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. പ്രിയപ്പെട്ടവർ, ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഒരു 10-75-80 കിലോ ഒക്കെ ഭാരമുള്ള ഒരു മനുഷ്യൻ, ഒരാൾ. ആ വ്യക്തി കട്ടിലിൻ്റെ അടിയിൽ ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. എന്നിട്ട് ചൂലുകൊണ്ട് അടിക്കുകയാണ് അവിടെ എല്ലാം. എന്നറിയാമോ? പ്രഷറിൻ്റെ ഗുളിക കാണാതെ പോയിന്ന്. BP ഗുളിക എടുത്തു, അത് താഴെ പോയി, അതെങ്ങോട്ടോ ഉരുണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുക അത് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തേരം വലുപ്പമുണ്ടെന്ന് ചോദിച്ചു. ഇച്ചിരി ഉള്ളെന്ന് പറഞ്ഞു. 10-75-80 കിലോ ഉള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ BP നോർമലാക്കാൻ കണ്ണുകൊണ്ട് താഴെ വീണ കാണിയല്ല, ഉരുണ്ട് എങ്ങോട്ടേലും പോയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാ. അത്രയും ചെറിയൊരു ഗുളിക അതങ്ങ് വിഴുങ്ങുമ്പോൾ, അകത്തോട്ട് ചെല്ലുമ്പം 10-75-80 കിലോ ഉള്ള ആളുടെ BP, ഡിസോർഡറായ BP നോർമലാകുന്നു. ഇത്രയുള്ള ഗുളിക അകത്ത് ചെന്നപ്പം BP നോർമലായി. ഇതുപോലെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം അകത്തോട്ട് വിശ്വാസത്തിൽ അകത്തു വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി അനുഗ്രഹത്തിലാക്കും, കുറെ കൂടി നന്മയിലെത്തിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരാൾക്ക് വിറ്റാമിൻ്റെ കുറവുണ്ടല്ല, ഇമ്മ്യൂണിറ്റി പവർ കുറവാണെന്നിരിക്കട്ടെ, അദ്ദേഹം അങ്ങനെയുള്ളവരോട് ചിലപ്പോൾ പറയും വിറ്റാമിൻ C ഗുളിക കഴിക്കുക, വൈറ്റമിൻ ഗുളിക കഴിക്കുക, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകട്ടെ എന്ന് പറയും. ഒരു ചെറിയ ഗുളിക നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മളെടുത്ത് അകത്തോട്ട് അത് ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുകയാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. ഇതുപോലെ ദൈവവചനം വിശ്വാസത്തിൽ അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൽ വളരാനുള്ള ശക്തിയും തിന്മകളെ തോൽപ്പിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി നമ്മളിൽ വർദ്ധിച്ചു വരും. പിശാചിന് കുറെ പദ്ധതികളുണ്ട്. നിങ്ങളെ നശിപ്പിക്കണം, ഇല്ലാതാക്കണം, തകർത്ത് തരിപ്പണമാക്കണം. ഈ പിശാച് ഉണ്ടാക്കിയിരിക്കുന്ന സകല പദ്ധതികളും ഈ ദൈവവചനം വിശ്വാസത്തിൽ ഒരാൾ സ്വീകരിച്ച് അകത്തേക്ക് എടുക്കുമ്പോൾ ആ വ്യക്തിക്കെതിരെ, കുടുംബത്തിനെതിരെ പിശാച് ഒരുക്കി വച്ചിരിക്കുന്ന സകല പദ്ധതികളും പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും.
കാരണം ഇയാളിൽ ഈ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരിൽ ഇതാ ദൈവിക ശക്തി വർദ്ധിക്കുന്നു. ആ വ്യക്തിയിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നത് പോലെ ഒരു അകത്തൊരു ആത്മാവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി അയാളിൽ വർദ്ധിക്കുന്നു. ഇതേപോലൊരു ശക്തി നിങ്ങളിൽ വർദ്ധിക്കും കേട്ടോ. അതാണ് നിയമാവർത്തനം 28:1 നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു നീ കേട്ട് ഞാൻ നിനക്കു നൽകുന്ന കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. ഉന്നതനാകാൻ ഒരു ശക്തി വേണം, ഉന്നതനാകാൻ ഒരു ബലം വേണം. തളർന്നിരുന്നാൽ, ബലമില്ലാതിരുന്നാൽ, പവർ ഇല്ലാതിരുന്നാൽ ഉന്നതനൊന്നും ആകാൻ പറ്റിയല്ല. എവിടുന്നാ ഈ ഉന്നതനാകാനുള്ള പവർ വരുന്നത്? എൻ്റെ വചനം കേട്ട് വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുമ്പോൾ നിനക്ക് ഉന്നതനാകാനുള്ള, നിനക്ക് കുറെ കൂടി നന്മയിലെത്താനുള്ള ഒരു വലിയ ശക്തി നിന്നിൽ വരുമെന്ന്. ഇതാ നിന്റെ കുടുംബത്തിൽ ഈ ശക്തി വരുന്നു. ഈ ശക്തി നിന്റെ ഉള്ളിൽ നീ പോലും അറിയാതെ അകത്തേക്ക് വരുന്ന ശക്തിയാണിത്. ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് 7-ാമത്തെ വാക്യം. ഈ ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾക്ക് വൈറ്റമിൻ സി ഗുളിക കഴിക്കുന്നു പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ചു വരും. അപ്പൊ രോഗപ്രതിരോധ ശക്തി അയാളിൽ കൂടി വരും. ഇതുപോലെ ദൈവവചനം വിശ്വാസത്തോടെ ഒരാൾ ഏറ്റെടുത്ത് ആത്മാവിൽ സ്വീകരിക്കുമ്പോൾ അയാളിൽ ദൈവിക ശക്തിയുടെ വർധനവുണ്ടാകും. പിശാചിന്റെ ഒരു പ്രവർത്തനവും നടക്കത്തില്ല. അതാ എഴുതിയിരിക്കുന്ന 7-ാമത്തെ വാക്യം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഒരു വഴിയിലൂടെ അവരെ നിന്നെ തോൽപ്പിക്കാൻ വരും. അവർ നിന്റെ അടുത്ത് വരുമ്പോൾ നീ വിശ്വാസത്തിൽ സ്വീകരിച്ച വചനത്തിന്റെ ശക്തി കാണുമ്പോൾ അവർ 7 വഴിക്ക് പലായനം ചെയ്യും, ഓടിപ്പോകുന്നാ പറഞ്ഞത്. അപ്പോൾ എന്താ ഒരു വഴിയിലൂടെ വരുന്ന ശത്രു നിന്നെ തോൽപ്പിക്കാതിരുന്നത്? 4 വഴിക്ക് ചെതറിപ്പോകാൻ കാരണം, പിശാചിന്റെ പദ്ധതികൾ 4 വഴിക്ക് ചെതറിപ്പോകാൻ കാരണം നിന്നിൽ വർദ്ധിച്ചിരിക്കുന്ന ഇമ്മ്യൂണിറ്റി പവർ. ഏതിലൂടെ? യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഇത് ഏതു രീതിയിലാണ് ഒരാളിൽ വരുന്നത്? എൻ്റെ വാക്കുകേട്ട് എൻ്റെ ആ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പവറുണ്ട്, ഒരു ശക്തിയുണ്ട്. അതാണ്, ആ ശക്തിയാണ് നിന്നെ ഉന്നതനാക്കുന്നത്. ആ ശക്തിയാണ് നിന്നെ തകർക്കാൻ വരുന്ന ശത്രുവിനെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയണമെങ്കിൽ, ആ ശത്രുവിൻ്റെ മുമ്പിൽ നിനക്ക് വിജയം നേടാൻ കഴിയണമെങ്കിൽ ഈ പവർ നിനക്ക് ആവശ്യമാണ്. ഈ പവർ നിനക്ക് ആവശ്യമാണ്. ഇമ്മ്യൂണിറ്റി പവർ ഒരു വ്യക്തിക്ക് രോഗം വരാതിരിക്കാൻ, ചിലർ പറയില്ലേ, അങ്ങ് 7 അയൽവക്കത്തൂടെ ഒരു പനി പോയാൽ മതി, അന്നേരം ഈ വ്യക്തിക്ക് പനിയാണ്. ചെറിയൊരു മഴ പെയ്താൽ മതി, അന്നേരം ഈ പുള്ളിക്ക് ജലദോഷമാണ്, പെട്ടെന്ന് രോഗം വരുന്നു. ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാകട്ടോ. അപ്പോൾ അത് വർദ്ധിക്കാനുള്ള മെഡിസിൻ തരും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതാണ് നമ്മുടെ ആത്മീയ മനുഷ്യൻ ശക്തിപ്പെടണം. ഉന്നതനാകാനും തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കാനും ഈ ശക്തി വേണം. ദൈവം തന്നിരിക്കുന്ന ആ ഒരു മെഡിസിനാണിത്, ദൈവം തന്നിരിക്കുന്ന വചനമാണിത്. ഇത് ഞാൻ വിശ്വാസത്തിൽ സ്വീകരിക്കുമ്പോൾ അത് ഭക്ഷിക്കുകയാണ്, അകത്തോട്ട് ചെല്ലുകയാണ്. ജെറമിയ പറഞ്ഞില്ലേ, നിന്റെ വചനം എൻ്റെ നാവിൽ വച്ചു തന്നു. ജെറമിയോട് പറഞ്ഞില്ലേ, എൻ്റെ വചനം ഇതാ നിന്റെ നാവിലിരിക്കുന്നു. അവനത് ഭക്ഷിച്ചു എന്ന്. വചനം വിശ്വാസത്തിൽ സ്വീകരിക്കുമ്പോൾ അത് ഭക്ഷണം അകത്തു ചെല്ലുന്നത് പോലെയാണ്. അത് നിന്നിൽ ശക്തി കൊണ്ടുവരും, പവർ കൊണ്ടുവരും. നിനക്കെതിരെ ശത്രുക്കളുണ്ട്, നിന്നെ തന്നെ ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, നിനക്കെതിരെ ചിന്തിക്കുന്ന അസൂയാലുക്കളുണ്ട്, നിന്നെ തകർത്ത് തരിപ്പണമാക്കണമെന്ന് ചിന്തിക്കുന്ന മനസ്സിൽ കരുതിയിരിക്കുന്ന ശത്രുക്കളുണ്ട്. മന്ത്രവാദി ചെയ്യുന്നവരുണ്ട്, കൂടോത്രം ചെയ്യുന്നവരുണ്ട്, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുണ്ട്, തിന്മയുടെ ശക്തിയെ നിനക്കെതിരെ ഇളക്കി വിടുന്നവരുണ്ട്, നിന്റെ വരുമാനത്തിന് നേരെ ചെയ്യുന്നവരുണ്ട്, നിന്റെ കുടുംബത്തിന് നേരെ ചെയ്യുന്നവരുണ്ട്, നിന്റെ കുടുംബം തമ്മിൽ തല്ലി ചെതറിപ്പോകാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുണ്ടാകാം. നിന്റെ ശത്രു നിന്നെ തോൽപ്പിക്കാൻ അടുത്തു വരുമ്പോൾ 7 വഴിയിലൂടെ അവർ പലായനം ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ ശക്തി പോരാ. പിന്നെയോ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്ന ദൈവവചനത്തിൻ്റെ അകത്തെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് പോലെ ഒരു ശക്തി വേണം. ഇന്ന് ഏറ്റവും കുറവുള്ളത് ഈ വചനത്തിലൂടെ കിട്ടുന്ന ശക്തിയാണ്. പലർക്കും വചനം കേവലം ഒരു പുസ്തകമായി വീട്ടിലുണ്ട് എന്നുള്ളതല്ലാതെ
അത് ആത്മാവിൽ സ്വീകരിച്ച വചനങ്ങളായി അകത്തേക്കെത്തിയ പുസ്തകമായിട്ട് മാത്രമല്ല, വിശ്വാസത്തിൽ ആ വചനത്തെ വായിച്ച് പ്രാർത്ഥിച്ച് ആ വചനത്തിലെ അനുഗ്രഹങ്ങൾ എടുക്കുന്നവരാകണം. ആ വചനം സ്വീകരിക്കുന്നവരും ആ വചനത്തിൽ ജീവിതത്തെ നിലനിർത്തുന്നവരുമാകണം. അങ്ങനെയുള്ളവരാണ് ഉറച്ച നിലത്ത് വീട് പണിത വിവേകമതിയായ മനുഷ്യർ. കാറ്റ് വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അതിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ദൈവവചനമാകുന്ന പാറമേൽ ജീവിതം പണിതു കയറ്റിക്കൊണ്ടുവരണം. അതിനുവേണ്ടിയാ ദൈവം ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരട്ടെ, ഈ വചനം നിങ്ങളിൽ നിന്ന് ചലനമുണ്ടാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിയോഗ പ്രാർത്ഥനയിൽ നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുമല്ല. വചനം എടുത്തു വച്ച്, തുറന്നു വച്ച്, ഡയറി കൊണ്ടുവന്ന് ആ വചനം എഴുതി, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ അകത്തുള്ള ദൈവിക ശക്തി വർദ്ധിക്കുകയാണ്. പണ്ട് പ്രശ്നം വന്നു, പ്രതിസന്ധി വന്നു, ഒരു വെല്ലുവിളി വന്നു, അന്നേരം ആൾ ഓഫായിപ്പോയി, ഡൗണായിപ്പോയി. ഇന്ന് അതിനേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളി വന്നിട്ട് ഇതാ നല്ല ധൈര്യത്തോടെ നിൽക്കുന്നു. എവിടുന്ന് കിട്ടി നിനക്ക് ഈ ശക്തി? ദൈവവചനം വിശ്വാസത്തിലൂടെ അതങ്ങ് സ്വീകരിച്ചപ്പോൾ ഒരു വൈറ്റമിൻ സി എന്ന ഗുളിക അകത്ത് ചെന്നപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ചതുപോലെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ അയാളിലുള്ള ദൈവികമായ ശക്തി വർദ്ധിക്കും. ആ കുടുംബത്തിൽ ദൈവശക്തി വർദ്ധിക്കും. ആ കുടുംബത്തിനെതിരെ ഒരു തിന്മയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം, അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. ഇന്ന് കേട്ട ഈ 2 വചനങ്ങളൊന്ന് എഴുതി വെക്കണം. നിയമാവർത്തനം 28:1-2 വചനങ്ങളും 7-ാമത്തെ വാക്യമൊക്കെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ യുവതീ-യുവാക്കളെയും മക്കളെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും വിവിധ പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരും നിങ്ങളെ ഉന്നതനാക്കാനുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇങ്ങനെ ചതഞ്ഞ കിടക്കണമെന്നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. നിന്നെ ഉന്നതനാക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിനക്കെതിരെ വരുന്ന ശത്രുവിനെ ദൈവം അതിനെ ഓടിച്ചോളും. നിനക്കെതിരെ വരുന്ന ശത്രുവിനെ 7 വഴിയിലൂടെ പലായനം ചെയ്യിക്കാൻ നിനക്ക് ശക്തിയില്ലെങ്കിലും ഞാനും നീയും ആശ്രയിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ആ നിയോഗം എഴുതിയ കടലാസ് ആ 28-ാം അധ്യായത്തിൽ വെച്ച് അനുഗ്രഹങ്ങൾ എന്നെഴുതിയ ആ പേജിൽ വയ്ക്കുക. നിങ്ങൾ എഴുതിയ പ്രാർത്ഥനകൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് ഈ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ അനുഗ്രഹം വരട്ടെ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭൗതിക മേഖലയിൽ ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഈ നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളിൽ ഈ നന്മയുണ്ടാകട്ടെ. അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. അഭിഷേകത്തിൻ്റെ തലങ്ങൾ ഉയർന്നു വരട്ടെ. ദൈവകൃപയുടെ അഭിഷേകം പകരപ്പെടട്ടെ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും ഛിന്ന ഭിന്നമായി പോകാനിട വരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ സമർപ്പിച്ച നിയോഗങ്ങൾ ഈ 28-ാം അധ്യായം നിയമാവർത്തനം 28-ാം അധ്യായത്തോട് ചേർത്ത് വെച്ച് ഇതാ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന്, വ്യക്തികളെ അനുഗ്രഹിക്കുന്നതിന്, യുവതീ-യുവാക്കളെ അനുഗ്രഹിക്കുന്നതിന്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന്, 10-ാം ക്ലാസ്സും +2 പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, അല്ലെങ്കിൽ ആ ഒരു നിലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. IELTS, OET എക്സാം അതുപോലൊക്കെ എഴുതി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട്. അവരെ അനുഗ്രഹിച്ചു വിജയത്തിലേക്ക് കൊണ്ടുവരണേ, ഉന്നതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി നിയോഗ പ്രാർത്ഥന ചൊല്ലി എൻ്റെ കൂടെ പ്രാർത്ഥിക്കാമോ? 3 പ്രാവശ്യം. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്കത് സാധിച്ചു തരണമേ. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ച്, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്കത് സാധിച്ചു തരണമേ. യേശുവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്കത് സാധിച്ചു തരണമേ. ഞാൻ വിശ്വസിക്കുന്നു അത് സാധിച്ചു തരുമെന്ന്. ഞാൻ വിശ്വസിക്കുന്നു അത് സാധിച്ചു തരുമെന്ന്. ആമേൻ. പ്രിയപ്പെട്ടവരെ, അടുത്ത നാളത്തെ ദിവസവും 5:30 സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് 1000കണക്കിന് ആളുകളുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരനുഗ്രഹമല്ലേ? നാളെയും ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും എല്ലാം നിങ്ങളോടുകൂടെ, നിങ്ങളുടെ കുടുംബത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി വരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ദാരിദ്ര്യം മാറിപ്പോകട്ടെ, ആവശ്യമില്ലാത്ത വഴക്കുകളും ബഹളങ്ങളും മാറട്ടെ, കൂട്ടായ്മയും സ്നേഹവും വർദ്ധിക്കട്ടെ, പരസ്പരം പ്രാർത്ഥിക്കുന്നതിൽ
മുന്നിൽ നിൽക്കട്ടെ. പരസ്പരം അംഗീകരിക്കുന്നവരിൽ മുന്നിലാകട്ടെ. നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരാകട്ടെ, പരസ്പരം എൻകറേജ് ചെയ്യുന്നവരാകട്ടെ, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നവരാകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, 10ാം ക്ലാസ്സും +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, മറ്റു തലങ്ങളിൽ ഉയർന്ന തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും പഠനത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ ആയിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. വിവിധ പരീക്ഷകൾക്കൊരുങ്ങുന്നവർക്ക് വിജയം കൊടുക്കണമേ. എല്ലാ മേഖലകളിലും നിയോഗങ്ങളും വിടുതലും അനുഗ്രഹം ഉണ്ടാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.